അങ്ങനെ നമ്മൾ മാക്സിൻ ടാറ്റയൊക്കെ പറഞ്ഞ് വീടൊക്കെ പൂട്ടി ഇറങ്ങുവാണ്. ഇത് ഏപ്രിൽ 9 എടുത്ത വീഡിയോ ആണ്. എൻ്റെ കസിൻ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് അല്ല, സംഗീതമായിരുന്നു. ഈ റെഡ് കവറിൻ്റെ അകത്തുള്ളത് അച്ചാച്ചൻ ചേച്ചിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാട്ടോ. നമ്മൾ പാക്ക് ചെയ്തെല്ലാം ഓട്ടോയിലാണേ പോകുന്നത്. നമുക്ക് ട്രെയിൻ 10:30 ട്രെയിൻ. അപ്പം അങ്ങനെ പെട്ടിയൊക്കെ കുത്തിക്കയറ്റി നമ്മൾ നേരെ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയേ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുവാണ്. 10:30 കേട്ടോ ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, മമ്മിയും പപ്പയും ഞാനും. പിന്നെ ട്രെയിനിൽ നമ്മൾ വേറെ കുറേ കസിൻസും കൂടെ ഉണ്ട്. അവരൊക്കെ വേറെ ബോഗിയിലായിരുന്നു. ഇതെൻ്റെ വല്യമ്മയാണ്. അങ്ങനെ ഉച്ചയ്ക്കൊരു 12:30 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ എറണാകുളം സൗത്തിലെത്തി. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു. ഇതിലാണ് നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്നത്, ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തോട്ട്. നീണ്ട 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ വെന്യൂവിലെത്തി. ഇപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവരോട് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ അവിടുത്തെ ഡെക്കോറൊക്കെ കാണാൻ. പക്ഷേ രാത്രിയായിരുന്നു ഇവൻ്റ്. ഒരു 6:30-7 മണിയോടെയായിരുന്നു ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തത്. രാത്രിത്തെ വ്യൂ അടിപൊളിയായിരുന്നു. ഈ ലൈറ്റ്സും പൂക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ഞാൻ വഴി കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്ലേസ്. ഇനി നമ്മളെല്ലാവരും റൂമിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു കസിൻസിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും റൂം ചേച്ചി ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ അവിടുത്തെ ആ ഒരു റൂമിൻ്റെ വെളിയിൽ നിന്നുള്ളൊരു സീനറിയാണിത്. നൈസ് സ്ഥലമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ റൂമൊക്കെ ഒന്ന് കണ്ട് പെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ റൂം. ഒരു വാർഡ്രോബ് ഉണ്ടായി, പിന്നെ എക്സ്ട്രാ 2 ബെഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും. ഇന്ന് രാത്രി ആർക്കും ഉറക്കമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ റൂം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബിരിയാണി വന്ന് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഇവൻറ്റിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.